ആത്മീയ ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലരും ഭയപ്പെടാറുണ്ട്. നമ്മളൊരു നല്ല വിശ്വാസിയല്ലേ എന്ന് സ്വയം കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ ഓർക്കുക, ഒന്നിനെ കുറിച്ചും ചിന്തിക്കാത്തവന് സംശയങ്ങൾ ഉണ്ടാകില്ല. സത്യത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികം. അത് അവിശ്വാസമല്ല, മറിച്ച് സത്യത്തിലേക്കുള്ള ഒരു അന്വേഷണം. ദൈവത്തിന്റെ പ്രകാരം പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. മത്തായി സുവിശേഷം 7-ാമത്തെ വാക്യം. ബൈബിളിലെ യേശുവിന്റെ ശിഷ്യനായ തോമസിന്റെ ജീവിതം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് എന്ന് മറ്റു ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തോമസ് അത് പെട്ടെന്ന് വിശ്വസിച്ചില്ല. അവൻ തന്റെ സംശയം തുറന്നു പറഞ്ഞു. ഞാൻ ആ കർത്താവിന്റെ കൈകളിലെ ആണിപ്പെടുത്ത് കാണുകയും എന്റെ കൈ കർത്താവിന്റെ വിലാപ്പുറത്തിടുകയും ചെയ്തല്ലാതെ വിശ്വസിക്കുകയില്ല. ഈ സംശയം യേശുവിനെ തള്ളിക്കളയാൻ വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് സത്യം ബോധ്യപ്പെടാൻ വേണ്ടിയുള്ളതായിരുന്നു. യേശു അവനെ കുറ്റപ്പെടുത്തി അകറ്റി നിർത്തിയില്ല. യേശു തോമസിന്റെ മുമ്പിൽ വന്ന് തന്റെ മുറിവുകളെ കാണിച്ചു കൊടുത്തു. ആ സംശയത്തിന്റെ അന്വേഷണം ഒടുവിൽ ചെന്നെത്തിയത് ബൈബിളിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനത്തിലാണ്. തോമസ് വിളിച്ചു പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ചോദ്യങ്ങളില്ലാത്ത വിശ്വാസം ഒരു അന്ധവിശ്വാസമാണ്. സംശയങ്ങളെ നേരിട്ട് ജയിക്കുന്ന വിശ്വാസമാണ് ആഴമുള്ളത്. ദൈവം നിങ്ങളുടെ ചോദ്യങ്ങളെ ഭയപ്പെടുന്നില്ല. നിങ്ങളുടെ ആത്മാർത്ഥമായ അന്വേഷണങ്ങൾക്ക് മറുപടി നൽകുവാൻ കർത്താവ് എപ്പോഴും തയ്യാറാണ്. എന്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന സംശയങ്ങളെ ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തരുത്. സംശയങ്ങൾ വിശ്വാസത്തിന്റെ ശത്രുവല്ല, മറിച്ച് യഥാർത്ഥ വിശ്വാസത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. നിങ്ങളുടെ ചോദ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് വരിക. പ്രാർത്ഥനയോടെയും വചനവായനയോടെയും സത്യത്തിനായി അന്വേഷിക്കുക. തോമസിന് മുൻപിൽ വെളിപ്പെട്ടതുപോലെ നിങ്ങളുടെ സംശയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ആഴമുള്ളതും ഉറപ്പുള്ളതുമാക്കി ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.